ഹലോ, എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള തിരുവയ്യാർസ് ഫേമസ് അശോക ഹൽവയാണ്. ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോണത്. എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം ഒരു കുക്കറിലോട്ട് നമ്മൾ നല്ലോണം കഴുകി വെച്ച് ചെറുപയർ പരിപ്പിനെ ഇടാം. പിന്നെ അതിലോട്ട് ഏകദേശം 1.5 to 2 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. ഞാൻ ഏത് ബൗളിലാണോ ചെറുപരിപ്പ് എടുത്തത് അതേ ബൗളിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തത്. ഇതാ ഇപ്പോൾ ഇവിടെ വിസിൽ വന്നു കഴിഞ്ഞു. ഇനി പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നല്ലോണം ആറിയതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിൽ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റായി ഒന്ന് അരച്ചെടുക്കണം. ഇതേപോലെ സ്മൂത്ത് കൺസിസ്റ്റൻസിയിലൊന്ന് അരഞ്ഞു കിട്ടണം. ഇനി ഇതിനെ നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പത്തോട്ടൊരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിൽ 1 കൈയിലോളം നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് 1 കൈ പിടിയോളം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അണ്ടിപ്പരിപ്പ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ നെയ്യിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ഇടാം. ഈ ഗോതമ്പ് മാവും നെയ്യും നല്ലോണം വെന്ത് വരുന്നതിൻ്റെ സ്മെല്ല് വരും. അതിനുശേഷം ലൈറ്റായിട്ട് അതിൻ്റെ കളർ ചേഞ്ച് വരും. അപ്പോൾ നിങ്ങൾ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച് ചെറുപയർ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അതിനെ അങ്ങ് മിക്സ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെറുപയർ പരിപ്പ് ആഡ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുള്ള പോലെ തോന്നും. ഇനി ഇത് കുക്ക് ചെയ്ത് വരും തോറും ഇതിൻ്റെ ക്വാണ്ടിറ്റി അങ്ങ് കുറഞ്ഞോളും. ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്ത് വരുമ്പോൾ ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, നമ്മൾ ഇളക്കുമ്പോൾ പാൻ്റെ അടിയിൽ സൈഡിലൊക്കെ ഒട്ടി പിടിക്കുന്ന പോലെ. ഈ സമയത്താണ് നമ്മൾ ഇതിൽ ഷുഗറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെല്ലമാണോ ഇഷ്ടം വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വെല്ലമാണ് ആഡ് ചെയ്യാൻ പോണത്. ഞാനിവിടെ 1 കപ്പിനേക്കാളും കുറച്ച് കുറവ് വെല്ലമാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ ഏലക്കാപ്പൊടിയും 1 സ്പൂൺ ചുക്കുപൊടിയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് 1 പിഞ്ച് ഓറഞ്ച് ഫുഡ് കളറും പിന്നെ കശുവണ്ടി വറുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വെല്ലം ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും കൺസിസ്റ്റൻസി കുറച്ച് ലൂസായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് 10 to 20 മിനിറ്റ് വരെ നല്ലപോലെ കുക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് കൺസിസ്റ്റൻസിയിൽ വരും. ഇനി നമുക്ക് ഇതിലോട്ട് പിന്നെയും 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓരോ സ്റ്റേജിൽ ഇത് കട്ടിയായി വരും തോറും നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യും തോറും നെയ്യ് നല്ലോണം എബ്സോർബായിട്ട് മേലെ നെയ്യ് തെളിയും. അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് എന്നാണ്. ഇനി നമുക്ക് ഇതിനെ വേറൊരു ബൗളിലോട്ടങ്ങ് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിനെ ഇതേപോലെ പ്ലേറ്റിൽ സെർവ് ചെയ്തെടുക്കാം. എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനിയും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.